ചങ്ങായിമാരെ ഇന്ന് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയ ശേഷം ഒരു ചങ്ങായിന്റെ കളി കണ്ടിട്ട് നമുക്ക് ചിരി വന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ആരാ നാളെ മനസ്സിലായ നമ്മുടെ BJP നേതാവിട്ടില്ല. മോനെ എന്തെല്ലാം കളിയാവും കളിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാല് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസോ CPM എടുക്കുന്നുള്ള പേടിയില് മൂപ്പർ തൂറാമുട്ടിയ കളി കളിക്കുന്ന മാധ്യമങ്ങളെ മുന്നിൽ വേറെ ഒരാളെ സംസാരിക്കാൻ പറ്റുന്നില്ല. എല്ലായിടക്കും ചങ്ങായിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ചങ്ങായിനെ സംസാരിക്കുക. അതിനിടയ്ക്ക് ഈ കന്യാസിന്റെ സഹോദരൻ നമ്മളെ കോൺഗ്രസിന്റെ MLA ഉണ്ടല്ലോ റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഒരാഴ്ചയായിട്ട് റോജി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, റോജി എന്റെ സഹോദരനാണ്, MLA അല്ല സഹോദരനാന്ന് വെച്ച് കെട്ടിപ്പിടിച്ചാൻ കരഞ്ഞ്. ഇതിപ്പുറം നീ മൂപ്പർ കാണുന്നുണ്ട് അനൂപ് ആന്റണി. മൂപ്പർക്ക് ആകെ ബേജാറായി. കാരണം ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന് BJP നേതാക്കന്മാർ വിളിച്ചിട്ട് പറയും അല്ലടാ മറ്റവനെ കെട്ടിപ്പിടിച്ച് നിന്നെ എന്നാ കെട്ടിപ്പിടിച്ച് കരയാത്തെ, നീ എന്ത് മൊണ്ണയാണെന്ന് ചോദിക്കും. അപ്പൊ ആകെ ബേജാറായിട്ട് ഓടിപ്പോയി കളിക്കുന്ന കളി ഞാൻ കാണിച്ചത്. ആദ്യം ഉണ്ടല്ലോ നമുക്ക് റോജി എം ജോൺ ആ കന്യാസ്ത്രീയുടെ സഹോദരൻ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ മനോഹരമായ സന്തോഷം ഉണ്ടാക്കുന്ന ആ കാഴ്ചയിലേക്ക് പോവാം. ഒരാഴ്ചക്കാലം എന്റെ കൂടെ ഇദ്ദേഹത്തെ MLA അല്ല, എന്റെ സഹോദരനാ. റോജി ജാമ്യം ലഭിച്ചു. എന്താണ് നല്ല വാർത്ത? ബെയിൽ അനുവദിച്ചു. വക്കീലിന്റെ കോള് ഇപ്പൊ കയറി വന്നില്ലേ. ഇതാണ് അനൂപ് ആന്റണി എന്ന BJP വേട്ടാവളിയ നേതാവ്. സാധാരണ നമ്മൾ കുമ്മനടി എന്ന് പറയുന്നത് ഇനി അനൂപടി എന്ന് പറഞ്ഞിട്ട് വരും. എല്ലാം സഹിക്കും. പക്ഷേ കന്യാസ്ത്രീന്റെ സഹോദരൻ കോൺഗ്രസ്സുകാരനായ MLA കെട്ടിപ്പിടിച്ച് കരയാം. ഇപ്പുറത്തിരിക്കുന്ന BJP ആയ ഈ വേട്ടാവളിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ ഓന് പിന്നെ സങ്കടാവൂലേ. ഓന് കേരളത്തിൽ വരാൻ കഴിയ അല്ലെങ്കിൽ തന്നെ ആടെ പോകുമ്പോൾ എന്തെല്ലോ കോപ്രായങ്ങളെ കാണിച്ചിട്ട് പോയെ. പോകുമ്പോൾ തന്നെ അവിടുത്തെ ഛത്തീസ്ഗഡിലെ BJP നേതാവ് ഇവന് മാലിട്ട് കൊടുക്കുക. എന്തിനി ഇവൻ കന്യാസ്ത്രീമാരെ ഇറക്കാനാ പോകുന്നതാടാ. എന്നിട്ട് ആ പോകുന്ന ഇവന് കന്യാസ്ത്രീമാരെ ഇറക്കുന്നതിനും വലിയ മാലിയിടുക. നമ്മൾ സാധാരണ സിനിമയിലെ നായകന്റെ ഇൻട്രോ സീൻ ഉണ്ടല്ലോ മാസായിട്ട്, അതാണ് മൂപ്പർ ഉദ്ദേശിനി. പക്ഷെ ആ മാസം മൂഞ്ചി പണ്ടടങ്ങി പോയി അന്നേരം തന്നെ. ഇനി നമുക്ക് അനൂപ് ആന്റണീനെ കുമ്മനടിയും ഓസ്കാർ അഭിനയും കാണാം. ഇന്നലെ നമ്മളെ ദേശീയ അവാർഡെല്ലാം കൊടുത്തുപോയി. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ BJP സർക്കാരാന്നല്ല ഇവന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കുകയും. നമുക്ക് എന്തായാലും അനൂപടി കാണാം. ബെയിൽ അനുവദിച്ചു. വക്കീലിന്റെ കോള് ഞാൻ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെയിൽ ഗ്രാന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമായി. എനിക്കറിയാം ഒരു 12,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറെ ദിവസമില്ല അച്ഛാ. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട്. ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ്. ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ്. അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വിജയമാണ്. തീർച്ചയായിട്ടും നല്ല സന്തോഷം. എല്ലാവരുടെ സഹകരണത്തിന് നന്ദി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തിന് നന്ദി. പ്രാർത്ഥിച്ചവർക്ക് നന്ദി. എല്ലാവർക്കും നന്ദി. എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് നന്ദി. പോലീസുകാർക്ക് നന്ദി. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു. എല്ലാവരും ആഗ്രഹിച്ച, കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തുനിന്നത്. കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കന്യാസ്ത്രീകളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട 1-2 പേര് കൂടിയുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട 1-2 പേര് കൂടിയുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് മാത്രല്ലടാ, ആ സിസ്റ്റേഴ്സിനെ പിടിച്ച് അകത്തിട്ട ആ ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റിന് നന്ദി പറയാം. ആ റോജി എം ജോൺ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ വട്ടാവളിയം പോയി സംസാരിക്കുന്നുണ്ടാ. എന്തുമാത്രം ക്രിമികടിയായി ഈ നാറിക്ക്. റോജി എം ജോൺ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന വെച്ചിട്ടാണ്. എടോ അതൊന്നും ഇല്ലടോ, ക്രെഡിറ്റ് മൊത്തം നീ എടുത്തോ നാറി. ഇതിലും വലിയ നാണക്കേട് BJP-ക്കാറ ഉളുപ്പുണ്ട് ഈ നായിക്ക്. ഇപ്പൊ കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. മാടുന്ന സംഘപരിവാർ ഓടിക്കും ഇവനാ. കാരണം ഇവൻ ക്രിസ്ത്യാനിയാന്നല്ല, ഓടിച്ചിട്ടുന്നല്ല ഇവന്റെ മുട്ടുകാലിന് കൊടുക്കണം സംഘപരിവാറെ. അവിടുത്തെ ബജ്രംഗ് ദളേ നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും. ഈ നാറിനെല്ലാം ഓടിച്ചിട്ടടിക്കണം. ആ ക്യാമറക്ക് മുന്നിൽ ആ മൈക്കെല്ലാം തട്ടി മാറ്റിയിട്ടാന്ന് ക്യാമറക്ക് മുന്നിൽ കളിക്കുന്ന കളി കണ്ടാ. ഇവനെല്ലാം ഒരു ബിജെപിയുടെ നേതാവ്. നമ്മളൊരു സാധാരണക്കാരെല്ലാം കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ചാനലിൽ എന്തെങ്കിലും ലൈവ് റിപ്പോർട്ടിംഗ് എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഇടക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധാരണക്കാരെല്ലാം കണ്ടിട്ടുണ്ട്. ഇവനൊരു നേതാവാണ്, BJP നേതാവ്. ഇവനൊരു അവസ്ഥ ആലോചിച്ചോട്ടെ. ആറിത്തരമൊന്നും ഉളുപ്പില്ലായ്മയെന്ന് ഇവനെന്താ ഉളുപ്പില്ലായ്മ എന്ന് ഇവനോട് പറയാൻ. കാരണം ഉളുപ്പുണ്ടെങ്കിൽ ഇമ്മാരി പണി ഇവനിൽ എടുക്കുക. ഇനി ഇത് പോരാഞ്ഞിട്ട് ഈ വേട്ടാവളിന്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. കന്യാസ്ത്രീന്റെ ഇടക്ക് പോയിട്ട് അവിടുന്ന് കുമ്മനടി. ഈ സന്തോഷത്തിൻ്റെ ഈ നിമിഷം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കോടതിയിലും മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി തന്നെ
ഈ സിസ്റ്റേഴ്സിന് ഈ സീന് കാണുമ്പോ നിങ്ങൾക്കൊരു സിനിമാ പാട്ടോ ഓർമ്മയുണ്ടാ? നേതാവ് നല്ല നേതാവ്. ആ ഇന്നസെന്റിന്റെ ഫാസ്റ്റ് ഫാസിലിന്റെ സീൻ ഓർമ്മ വരുന്നില്ലേ? ആ ക്യാമറയുടെ മുന്നിൽ കയറിപ്പറ്റ സെയിം അതേ ഫീലിംഗ് ഇല്ലേ? ഇതല്ലാന്ന് ഇവന്റെ എല്ലാ അവസ്ഥ. എവിടെയൊക്കെ കൊമ്മനടിക്കാൻ പറ്റുമോ, സോറി അനൂപടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കയറി നിന്ന് നാണോ മാനു ഉളുപ്പുണ്ടോ ചങ്ങയ്യെ? അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ആ സാമാനം എനിക്ക് ഉണ്ടെങ്കിൽ നീ ഇമാരി പണിയെടുക്കോ. എവിടെയൊക്കെയാണോ കയറി ചെല്ലുന്നത്? BJPക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട്. അതായത് BJP തന്നെ ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യിക്കുക, എന്നിട്ട് BJP തന്നെ പുറത്തെടുക്കുവാന്ന്. ഭയങ്കര സംഭവമാണ്. ഇവിടെ BJP ഒന്നല്ല, അതായത് NIA കോടതി തെളിവൊന്നുമില്ല പോലും, ഒരു മണ്ണാങ്കട്ടിയില്ലാന്ന്. തിരിച്ച് നല്ല പുളിച്ച ചീത്ത പോലും ഛത്തീസ്ഗഡ് സർക്കാരിനെ പറഞ്ഞിനി. എന്ത് വട്ടാവളിയത്തര കാണിച്ചത്. എന്നിട്ട് ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്ത്. അല്ലാണ്ട് എന്ത് BJPന്റെ ക്രെഡിറ്റ്? പിന്നെ CPM-നും കോൺഗ്രസിനും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. കാരണം അവർ അത്രമാത്രം പ്രതിഷേധിച്ചത് കൊണ്ടാണ് ഈ സംഭവത്തിൽ BJP-ക്കാരെ കുരു പൊട്ടിനി. 2-3 ദിവസം കൊണ്ട് കേരളത്തിലെ BJPന്റെ മൈലേജ് മൊത്തം തീർന്നു. നമ്മളെ രാജീവ് ചന്ദ്രശേഖരന്റെ ജീവൻ തീർന്ന് പകുതി ജീവനായി. എങ്ങനെയല്ലോ മുഖ്യമന്ത്രി ആകാതെ വെച്ച് നിന്നെയാണ്. ആകെ മൂഞ്ചി. ഈ വാട്ടാവളി നടത്ത MLA ആണ്ട പരിപാടിയാണ് നേടിയ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട്. അതിന്റെ കളിയാണ് ഈ ക്യാമറന്റെ മുന്നിൽ നിന്നിട്ട് കളിക്കുന്നത്. പക്ഷെ ഇമ്മാരി കോമാളിത്തരെല്ലാം കണ്ടു കഴിഞ്ഞാൽ മലയാളി വോട്ട് തരില്ല. എന്റെ മഹാ വേട്ടാവളിയാ. ഇതിലും വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു എനിക്ക്. 2 സ്ഥലത്ത് നിന്നിട്ട് 2 സ്ഥലത്ത് വട്ടപൂജ്യം വാങ്ങിയ K. സുരേന്ദ്രൻ. ഓനെ വരെ തോപ്പിച്ചിനി. എന്നേരാന്ന് നീ ഇങ്ങനെ മലയാളികളെ മുന്നിൽ കോപ്രായം കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. നാളെ ഇനി BJP-ക്കാർ ഈ അനൂപ് ആന്റണിക്ക് സ്വീകരണം കൊടുക്കും. കന്യാസ്ത്രീമാർക്കല്ല, ഈ അനൂപ് ആന്റണിയാണ് കന്യാസ്ത്രീമാരെ ഇറക്കിക്കൊണ്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട്. എന്റെ പടച്ചോനെ, BJP-ക്കാർ അവസ്ഥ ഇങ്ങനെയാണല്ല. ഇവരെ പറ്റി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല അനൂപ് ആന്റണി കുമ്മനടി സുലാൻ.